നമ്മൾ ഇതുവരെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ടു, W പാറ്റേൺ, M പാറ്റേൺ കണ്ടു, റെക്ടാങ്കിൾ പാറ്റേൺ കണ്ടു. ഇനി നമുക്ക് റൗണ്ടിങ് ടോപ്പ് ഓർ യു പാറ്റേൺ അല്ലെങ്കിൽ കപ്പ് പാറ്റേൺ ഇങ്ങനെയൊക്കെ പറയാം. അതായത് യു ഓർ ഇൻവെർട്ടഡ് യു, അതിന്റെ ഷേപ്പ് പോലെ തന്നെയാണ്. അതല്ലെങ്കിൽ ഒരു കപ്പിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് ഈ പാറ്റേണിന്റെ നെയിം തന്നെ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോ ഇതില് റൗണ്ടിങ് ബോട്ടം പാറ്റേൺ എന്ന് പറയുന്നത് ആഫ്റ്റർ എ സ്ട്രോങ് ഡിക്ലൈൻ, ഒരു ഡോർമെന്റ് പീരീഡ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ് പോലെ നല്ലൊരു ഡൗൺ മൂവിന് ശേഷം ഒരു കൺസോളിഡേഷൻ പീരീഡ് അല്ലെങ്കിൽ ഡോർമെന്റ് പീരീഡ്, അതിനുശേഷം പെട്ടെന്ന് ഡിമാൻഡ് കൂടുന്നു, വീണ്ടും സെയിം എവിടെ നിന്ന് ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്തോ ആ സെയിം ലെവലിലേക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഈ പാറ്റേണിന്റെ ഷേപ്പ് കണ്ടോ. ആഫ്റ്റർ ഡിക്ലൈൻ ഓർ റാലി there is no demand for a long time. അതായത് ഈ സ്പേസിൽ ലോ വോളിയം ആയിരിക്കും, ഒരു ഡോർമന്റ് സ്റ്റേജ് ആയിരിക്കും. സഡൻലി വോളിയം ആക്സിലറേറ്റ്, അപ്പൊ ഇവിടെയും വോളിയം കൂടിയിട്ട് ഒരു നല്ല സ്ട്രോങ് ഡൗൺ മൂവ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ വോളിയം ആക്ടിവിറ്റി ലെസ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും ഈ അപ്പ് മൂവിലും വോളിയം ആക്ടിവിറ്റി വളരെയധികം കൂടുതൽ. ഇതിന്റെ ഒരു വോളിയത്തിന്റെ ഒരു ഷേപ്പ്, വോളിയത്തിന്റെ ഒരു ആക്ടിവിറ്റിയുടെ ഇങ്ങനെയായിരിക്കും. ഡൗൺ മൂവിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, ഈ പീരീഡിൽ വോളിയം ആക്ടിവിറ്റി കുറവായിരിക്കും, ഈ പീരീഡിൽ വീണ്ടും വോളിയം ആക്ടിവിറ്റി കൂടും. ഇതിലും ഇവിടെയും സെയിം പോലെ തന്നെ നെക്ക് ലൈൻ ഇവിടെ ഇതാണ് നെക്ക് ലൈൻ കണക്ടിങ് ഈ യു ഷേപ്പിന്റെ ഇവിടെ എവിടുന്ന് ഡിക്ലൈൻ തുടങ്ങിയോ, ഇവിടെ എവിടുന്ന് ഡിക്ലൈൻ അവസാനിച്ചോ ആ ഒരു സെയിം പോയിന്റ് നെക്ക് ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ഹൈറ്റ് ആഡ് ചെയ്യുക, വെർട്ടിക്കൽ ഹൈറ്റ് മെഷർ ചെയ്യുക, ഇത് ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ സെയിം തന്നെയാണ് എല്ലാത്തിനും. നെക്ക് ലൈൻ ഡ്രോ ചെയ്യുക, വെർട്ടിക്കൽ ഹൈറ്റ് മെഷർ ചെയ്യുക, ആഡ് സബ്ട്രാക്ട് അക്കോർഡിംഗ്. ഇതിന്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൗണ്ടിങ് ടോപ്പ്. റൗണ്ടിങ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സഡൻ അപ്പ് മൂവ്, അതിനുശേഷം ഒരു ഡോർമന്റ് പീരീഡ് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസ്, സഡൻ ആയിട്ട് ഡിക്ലൈൻ. അത് എവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തോ അവിടേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെയും ടാർഗറ്റ് കണ്ട, ഈ ഹൈറ്റ് മെഷർ ചെയ്യുക, ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, ഇവിടെയൊക്കെ ടാർഗറ്റ് മീറ്റ് ചെയ്യും. ഇത് റൗണ്ടിങ് ടോപ്പ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് യു അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇതും ഒരു ടോപ്പ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതേസമയം കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് പറയും. ടോപ്പ് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് അപ് ട്രെൻഡിന് ശേഷം ഈ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നത്തെ മൂവ് ഡൗൺ മൂവ് ആണല്ലോ, അപ്പൊ അത് ഒരു റിവേഴ്സൽ പാറ്റേൺ. അതേസമയം ഒരു ഡൗൺ മൂവിന് ശേഷം ഇത് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ. അപ്പൊ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ, ഒരു അപ്പ് മൂവിന് ശേഷമാണ് ഈ റൗണ്ടിങ് ടോപ്പ് വരുന്നതെങ്കിൽ അതൊരു റിവേഴ്സൽ പാറ്റേൺ ആവും. അതേസമയം ഒരു ഡൗൺ മൂവിന് ശേഷമാണ് ഈ പാറ്റേൺ വരുന്നതെങ്കിൽ ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആവും. നമ്മളിത് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണോ റിവേഴ്സൽ പാറ്റേൺ ആണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ വാട്ട് ഈസ് നെക്സ്റ്റ് അത്രയും ചിന്തിച്ചാൽ മതി. ഇതിന്റെ തന്നെ വേറൊരു കൊറോളറി പോലെ വേറൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, കപ്പ് ആൻഡ് ഹാൻഡിൽ. അതായത് ആദ്യം തന്നെ ഒരു കപ്പ് ഫോം ചെയ്യും. ഈ നെക്ക് ലൈൻ ബ്രേക്കപ്പിന് മുമ്പായിട്ട് ഒരു ഹാൻഡിൽ പോലെ. അപ്പൊ ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ കപ്പിന്റെ 1/3 ഒക്കെ വരും, 1/3 ഹാഫ് വരെയൊക്കെ വരും. ഫുള്ള് വന്നു കഴിഞ്ഞാൽ അത് ആവില്ല. ഈ ഹൈറ്റ് മെഷർ ചെയ്യുക, ഈ വെർട്ടിക്കൽ ഹൈറ്റിന്റെ ഒരു 1/3 അല്ലെങ്കിൽ മാക്സിമം ഹാഫ് ഒക്കെ ആയിരിക്കും ഈ ഹാൻഡിലിന്റെ ഹൈറ്റ്. എപ്പോഴും റൈറ്റ് സൈഡിലാണ്. ഒരു കപ്പ് പിടിക്കുന്ന പോലെ തന്നെയാണ് നമുക്കത്. അപ്പൊ ഇത് ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ. ഇതും കണ്ടിന്യൂവേഷൻ ഓർ റിവേഴ്സൽ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ. അപ്പൊ ഇതിന്റെ കുറച്ച് റിയൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് ഒരു യു പാറ്റേൺ. അതായത് ഇൻവെർട്ടഡ് ഒരു കപ്പിന്റെ പോലെ ഒരു യു പോലെ, റൗണ്ടിങ് ബോട്ടം. ഇത് കണ്ടോ, ഇവിടെ ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ പോലെയാണ്. ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു ബോട്ടം, റൗണ്ടിങ് ബോട്ടം പാറ്റേൺ വന്നു. ഇത് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ഈ ഹൈറ്റ് മെഷർ ചെയ്യുക, ആഡ് ചെയ്യുക. എന്തായാലും ഇതിലധികം കൂടുതൽ ഇത് ടാർഗറ്റ് മീറ്റ് ചെയ്തു.
ഇതാണ് കപ്പ് പാറ്റേണിന്റെ ഐഡിയൽ എക്സാമ്പിൾ. കണ്ടോ, ഇവിടെ യു ആണ്. ഇവിടെയൊക്കെ കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട്, ഒരു ഹാഫ് ഒക്കെ മീറ്റ് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ ഇത് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതും ഒരു ഇൻവെർട്ടഡ് യു ആണ്. ഇതൊരു ശരിക്കും ഒരു സ്കാലപ്പ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവെർട്ടഡ് യു, ഇതാണ് നെക്കല്, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്ന കണ്ടു, സ്കാലപ്പ് പോലെ. It is a bullish continuation pattern that makes consolidation period following a breakout. പിന്നെ cup should be resembled a bowl or rounding bottom. Cup depth 2/3, 1/3, half or maximum 2/3 of the previous advance. ആ യുവിന്റെ ഒരു 1/3 half ഒക്കെയാണ് വരെ, 2/3 ഒക്കെ മാക്സിമം. Handle after high forms on the right side of the cup. There is a pullback that forms a handle. Sometimes this handle resembles a flag or pennant that slopes downward. But duration kanda, duration ഒക്കെ ഇത് ഒരു ഐഡിയൽ പാറ്റേണിന്റെ ഡ്യൂറേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ ഡെഫിനേഷൻ. നെക്സ്റ്റ് പാറ്റേൺ ആണ് ഫ്ലാഗ് ഓർ പെനന്റ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാല് ഒരു സ്ട്രോങ് അപ്പ് മൂവിന് ശേഷം ചെറിയൊരു കൺസോളിഡേഷൻ ഫേസ്, അതായത് വെരി ലിറ്റിൽ, അതായത് 2-3 ദിവസം 3-4 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു ഫ്ലാഗ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഫ്ലാഗിന്റെ ഒരു ഫ്ലാഗ് മാസ്റ്റ് പ്ലസ് ആ ഒരു ക്ലോത്തിന്റെ ഭാഗം ചെറുതായിട്ട് ഡൗൺവേർഡ് അല്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പോൾ അല്ലെങ്കിൽ ഫ്ലാഗ് മാസ്റ്റിന്റെ അത് കൺസോളിഡേഷൻ റേഞ്ച് എന്ന് പറയുന്നത് ആ ക്ലോത്തിന്റെ പോലെ, ആ ക്ലോത്തിന്റെ ഭാഗം ഒരു ചെറിയൊരു പാരലഗ്രാം അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ ട്രയാങ്കിൾ പോലെയാണ് ഇത് വരുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ് പോലെയാണ് ഏകദേശം ഉണ്ടാവുക. ഇത് കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ് കണ്ടോ. ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സൈഡ് ഒക്കെ കണ്ട, ഇത് നോക്കിയാ ഈ പാർട്ട് നോക്കിയപ്പോ ഹൈ വോളിയമാണ്. ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ഉണ്ടായിട്ട് ഇത് വീണ്ടും അപ്സൈഡ് പോകുമ്പോ അതാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ ഡൗൺവേർഡും ആവാം. ഇത് കണ്ടോ, ഇതുപോലത്തെ മൂവുകളാണ്. ഈ മൂവിന് ശേഷം ചെറിയൊരു കൺസോളിഡേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വരയ്ക്കാം, ചെറിയൊരു പാരലഗ്രാം കിട്ടും. കണ്ടോ, ഇതാണ് ഫ്ലാഗ്. ഇതിന്റെ ടാർഗറ്റും എങ്ങനെ, ഇത് മെഷർ ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. വലിയൊരു മൂവ് ആകുമ്പോ നമ്മൾ ഇത്ര അധികം ഒന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇതിന്റെ ഹാഫ് ഒക്കെ ആയാലും എക്സിറ്റ് ചെയ്യും. ഈ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് ഇതിന്റെ ഈ ഹൈറ്റിന്റെ ഹാഫ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ, കാരണം ഇത്ര അധികം മൂവ് ചെയ്തതല്ലേ, ചില കേസിൽ അത് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യും. ഇതാണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഈ ഇതിന് പകരം ചില സമയത്ത് ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ പോലെ ആയിരിക്കും. ഈ പാരലഗ്രാമിന് പകരം ചെറിയൊരു ട്രയാങ്കിൾ പോലത്തെ മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ ആകെ ഒരു ഡിഫറൻസ്, പാരലഗ്രാമിന് പകരം ചെറിയൊരു പെനന്റ്, ചെറിയൊരു സ്മോൾ ട്രയാങ്കിൾ പോലെയുള്ള ഭാഗമാണ്. ഇത് തന്നെയാണ് അപ്പൊ ഫ്ലാഗ് എന്ന് പറഞ്ഞാലും പെനന്റ് എന്ന് പറഞ്ഞാലും ഇതാണ്. ഇത് കണ്ടോ, അപ്പൊ ഇവിടെ ഹൈ വോളിയം ആയിരിക്കും. നേരത്തെ കാണിച്ചു തന്നെ ലെഫ്റ്റ് സൈഡിലും ഇതിലൊക്കെ ഹൈ വോളിയം ആയിരിക്കും. ഈ ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടിന്യൂസ് അപ്പ് മൂവ് ആയിരിക്കും. ബുൾ ഫ്ലാഗ്. താഴത്തോട്ടാണെങ്കിൽ അത് പെയർ ഫ്ലാഗ്. ഇത് കണ്ടിന്യൂസ് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ഡൗൺ മൂവ്. ഈ പെയർ ഫ്ലാഗിൽ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ കണ്ടോ,
ഇത് താഴത്തോട്ടല്ല. ഇത് ഒരു ഫ്ലാഗ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോ അതെങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് ആ സെയിം ഷേപ്പ് തന്നെയാണ് ഫ്ലാഗിന്. After a strong up move, flag must have fall. There is a small consolidation range like a parallelogram or a pendulum. Then it will continue upward. It looks like a flag. Flag part is sloping downward in an uptrend and sloping upward in a downward. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ parallelogram sloping downward in an uptrend, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. Consolidation part like a small triangle instead of parallelogram, it is called pendulum. Target price, measure the flagpole height. അതൊരു ബ്രേക്ക്ഔട്ട് ലെവലിന്റെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഇത് മെഷർ ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാർഗറ്റ് പ്രൈസ് കിട്ടും. ഇവിടുത്തെ നെക്ക് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗം. നെക്ക് ലൈൻ എന്നല്ല പറയാ, ഇതിന്റെ ഈ ബ്രേക്ക്ഔട്ട് ലെവലില് ഇപ്പൊ ഈ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യാം. ഇത് ഭയങ്കര ലോങ് ഒരു ടോൾ ഇതാണെങ്കിൽ അതിന്റെ ഹാഫോ 1/3 ഒക്കെ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. കാരണം ചില സമയത്ത് എത്ര ഒരു സ്ട്രോങ് അപ്പൂവിന് ശേഷം ഫസ്റ്റ് അപ്സൈഡില് അത്രയും മീറ്റ് ചെയ്യില്ല, ടാർഗറ്റ് മീറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് അപ്പൂവിൽ ടാർഗറ്റ് മീറ്റ് ചെയ്യാം, പക്ഷെ അപ്പൊ നമ്മൾ അത്രയൊന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ അത് അക്കോർഡിംഗ് ടു ദിസ് ഫ്ലാഗ് പോൾസ് ഹൈറ്റ്. ഇത് ബുൾ ഫ്ലാഗ് പാറ്റേൺ, ഇത് വേറെ, ഇത് വേറെ. ഇത് സ്റ്റാൻഡിങ് അപ്വേർഡ്, ബുൾ ഫ്ലാഗിൽ സ്റ്റാൻഡിങ് ഡൗൺവേർഡ് ആയി, പാരലഗ്രം പോർഷൻ സ്റ്റാൻഡിങ് ഡൗൺവേർഡ് ആയി. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.